നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ്. Alexa, I'm home. അത് ഫാനായാലും AC ആയാലും വിൻഡോ ഷെയ്ഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി. ജമാൽ കൊച്ചങ്ങാടിയുടെ സിനഗോഗ് ലൈൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ജമാൽ കൊച്ചങ്ങാടിയുടെ സിനഗോഗ് ലൈൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടന്നു. എറണാകുളം BTH വെച്ചാണ് പ്രകാശന കർമ്മം നടന്നത്. പ്രകാശനം സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് C രാധാകൃഷ്ണൻ നിർവഹിച്ചു. പ്രൊഫസർ M തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കായംകുളം യൂനസ് സ്വാഗതം ആശംസിച്ചു. ചലച്ചിത്ര സംവിധായകൻ തരുൺമൂർത്തി പുസ്തകം ഏറ്റുവാങ്ങി. ബിനാലെ ഡയറക്ടർ ബോണി തോമസ്, അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ, മുൻ കൗൺസിലർ KJ ആന്റണി, ജോർജ് ജോസഫ് K, ഖദീജ സെയ്ദ് മുഹമ്മദ്, CK ഹസൻ കോയ, സലാം സഫരി, ജമാൽ കൊച്ചങ്ങാടി, ഷംസു യാക്കൂബ് തുടങ്ങിയവർ സംസാരിച്ചു. $100 വരെ ഈ പല കോച്ചുകളും ടിപ്പ് തന്നിട്ടുണ്ട്. ഞാൻ ഇത് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ അവിസ്മരണീയമായ ചില സംഭവങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഈ പേര് സിനഗോഗ് ലൈൻ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ലൈനിനെ കുറിച്ചുള്ള ഓർമ്മ എനിക്ക് വരുന്നത്. ഇത് ബഹുമാനപ്പെട്ട C രാധാകൃഷ്ണൻ സാറും ഇപ്പോൾ പ്രസംഗിച്ച ആ നിരൂപകനും ഒക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ ലോകത്ത് ഈ അവതരണ രീതി ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റ് ഭാഷകളിലേക്ക് കൊടുത്താൽ എല്ലാവരും ചിന്താപൂർവ്വം ഇത് വായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൗദി ഉള്ളക എന്ന് പറയുന്ന സിനിമ ചെയ്യാനായി ഞാൻ തേവരയിൽ ഏതാണ്ട് ഒരു 2 വർഷക്കാലത്തോളം താമസിച്ചു. അവിടെ തൊപ്പമ്പടി, സൗദി, ഫോട്ടോ വെച്ചുള്ള എല്ലാ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയൊക്കെ കണ്ട് നടന്ന ഒരു സമയത്ത് അവിടുത്തെ കൊച്ചിയുടെ സാഹിത്യങ്ങളിൽ എപ്പോഴും കേട്ടിരുന്ന പറഞ്ഞിരുന്ന ഒരു പേരാണ് ജമാലിക്ക. അപ്പം സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴൊക്കെയോ ജമാലിക്കയുടെ ഫോട്ടോ ഒക്കെ എൻ്റെ ഇങ്ങനെ വന്ന് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് പിന്നെ കോവിഡിൻ്റെ ഇതായതുകൊണ്ടും കുറേ ക്യാരക്ടറുകൾ വെട്ടി കുറച്ച് തന്നെ ഭാഗമായിട്ടൊക്കെ പിന്നീട് അങ്ങനെ അങ്ങ് എത്തിയില്ല. അപ്പോൾ ഞാൻ ഇത് സുല്ലേട്ടനൊക്കെ പറയുന്നത് ഇങ്ങനെ ജമാലിക്കയുടെ രൂപവും ഒരു പ്രത്യേക രീതിയിലുള്ള രൂപവും ക്യാരക്ടറുള്ള ഫേസൊക്കെ ആയിരുന്നു എപ്പോഴൊക്കെയോ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നുപോയ ഒരു മനുഷ്യനാണ്. പക്ഷെ അതിന് ഞാനിത് വായിച്ചത് കൊണ്ട് പറയുകയാണ്, ഇത് ഒരു അസാമാന്യമായ പുസ്തകമാണ്, സംശയമൊന്നും കണ്ടാക്കാട്ടില്ല. വളരെ കാലം പണിപ്പെട്ട് ജമാലിക്ക എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആത്മാംശവും അദ്ദേഹം ജനിച്ചു വളർന്ന ഭൂമിയുടെ ആത്മാംശവും എല്ലാം കൂടി ഉൾച്ചേർന്ന മലയാള ഭാഷയുടെ എഴുത്ത് ഭാഷയുടെ എല്ലാ സർവ്വമാര്യങ്ങളും ഉൾച്ചേർന്ന ഒരു പുസ്തകമാണ്. നോവലിനെ പറ്റി പറയാറുള്ള ഒരു കാര്യമുണ്ട്. നോവലിലെ ഭാഷ നമ്മൾ സംസാരിക്കുന്ന ഭാഷയോട് എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്രയുമാണ് ആ നോവലിൻ്റെ ജനത്തിന് ഇഷ്ടപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. യോഗാനന്തരം അനുഗ്രഹീത ഗായകൻ സലാം കൊച്ചി നയിച്ച ഗസൽ സായന്തനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.